വണ്ടിപ്പെരിയാർ സത്രം കാനനപാത വഴി ശബരിമലയിലേക്ക് യാത്ര നടത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിവിധ വകുപ്പുകളിലെയും ഒപ്പം സ്വകാര്യ വ്യക്തികളുടെയും നേതൃത്വത്തിൽ മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായി. ദിവസവും 5000 അയ്യപ്പ ഭക്തർ ഇതുവഴി സുഗമമായി ദർശനത്തിനായി കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചെറിയാൻ അറിയിച്ചു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തർ കൂടുതലായി എത്തുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും അയ്യപ്പ ഭക്തർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കടകളിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഈ സമയത്ത് താൽക്കാലിക കടകൾക്ക് ലൈസൻസ്, ഹെൽത്ത് കാർഡ് എന്നിവ ഇല്ലാത്തതിനാൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് ആരോഗ്യ വകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ഥലത്ത് തന്നെ ക്യാമ്പ് സംഘടിപ്പിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ കടകൾക്കും ഹെൽത്ത് കാർഡ് വിതരണം നടത്തുകയും ചെയ്തു. ഇതുവരെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചെറിയാൻ പറഞ്ഞു. പൂർണ്ണമായ അഡ്വൈസ് കൊടുക്കുക. എല്ലാ ആഴ്ചയും തുറന്നുള്ള ദിവസങ്ങളിലും ഈ ഫോളോ അപ്പ് നിലയ്ക്ക് നമ്മൾ വിസിറ്റ് നടത്തി. കഴിഞ്ഞ ദിവസം നമ്മളവിടെ വിസിറ്റ് നടത്തി. അപ്പോൾ എടുക്കാനുള്ള എല്ലാവരും ഹെൽത്ത് കാർഡും മറ്റു കാര്യങ്ങളും എടുക്കുകയുണ്ടായി. പിന്നെ 1-2 പേരോ എടുക്കാനുണ്ടായിരുന്നു. അവർ ഇത് വരുന്ന ദിവസങ്ങളിൽ എടുക്കത്തക്ക ക്രമീകരണം ചെയ്തു. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ഹെൽത്തിന്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. നമ്മൾ ഫോളോ അപ്പ് തുറന്നു നടത്തിക്കൊണ്ടിരിക്കും. എല്ലാവരുടെയും സഹകരണം അതിനായിട്ട് ഉണ്ടാവണമെന്ന് മാത്രം. 30ഓളം കടകളാണ് സത്രത്തിൽ മാത്രം പ്രവർത്തിച്ച് വരുന്നത്. ഇതിൽ 20 എണ്ണത്തിൽ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ വിരി സൗകര്യവും കുളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ദേവസ്വം ബോർഡിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം 5000 അയ്യപ്പ ഭക്തർ സത്രത്തിൽ എത്തിയാൽ പോലും ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും വിവിധ വകുപ്പുകളുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതായി സത്രത്തിലെ വ്യാപാരി കൂടിയായ എബി പറയുന്നു. സത്രം പുല്ലുമേട് സന്നിധാനം പാതകൾ പൂർണ്ണ സജ്ജമാണ്. സത്രത്തിൽ എത്ര സ്വാമിമാർ വന്നാലും സ്വാമിമാർ വരുന്നത് എത്ര സ്വാമിമാർ വന്നാലും സ്വാമിമാർക്ക് വിരിവെക്കാനും ഭക്ഷണം കിട്ടാനുമുള്ള സൗകര്യങ്ങളുണ്ട്. സത്രത്തിൽ 30ഓളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. 30ഓളം കടകളിൽ ഒരു 28ഓളം കടകളിലും വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു 5000 സ്വാമി സത്രത്തിലെത്തിയാലും വിരിവെച്ച് തങ്ങി പോകാനുള്ളതും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബാത്റൂമുകളെല്ലാം സജ്ജമാണ്. ഹെൽത്ത് കാർഡുകൾ സജ്ജമാണ്. എല്ലാ കടകളിലും ഹെൽത്ത് കാർഡ് സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും പാലിച്ചാണ് കടകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുന്നത്. ഇതുകൂടാതെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല ദർശനത്തിനായി ഇതുവഴി അയ്യപ്പ ഭക്തർ കാൽനടയായും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ആകുന്നതോടുകൂടി കൂടുതലായി അയ്യപ്പ ഭക്തർ ഇതുവഴി എത്താനാണ് സാധ്യത. ഫോറസ്റ്റ്, പോലീസ്, KSRTC, റവന്യൂ, ദേവസ്വം ബോർഡ്, KCB തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.